രാഹുൽ, കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ വർഗീയ പരാമർശം നടത്തിയത്. അത് നമ്മൾ ശക്തമായി അതിനെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ PC ജോർജ് അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ആ മാധ്യമ പ്രവർത്തകൻ വർഗീയവാദി തന്നെയാണെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാം ചേർന്ന് ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എനിക്ക് മറ്റേ അൻവർ സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ചോദ്യം ചോദിക്കുന്നവരെല്ലാം വർഗീയവാദികളാണോ? അത്തരത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വർഗീയ പ്രസ്താവനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തുടങ്ങിയ വർഗീയ പരാമർശങ്ങളാണ്. അല്ലെങ്കിൽ വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒറ്റയടിക്ക് പറയുകയാണ്, ആ റിപ്പോർട്ടർ ചാനലിലെ ആ റിപ്പോർട്ടർ വർഗീയവാദിയാണ്, അതുകൊണ്ടാണ് അവനെ തള്ളി മാറ്റിയത്, അവനെ പോടാ എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് തന്നെയാണ് PC ജോർജും പറയുന്നത്. അയാൾ വർഗീയവാദി എന്നാണ് പറയുന്നത്. അപ്പോ ഒരാളുടെ പേര് മുസ്ലിം നാമധാരി ആയി പോയതുകൊണ്ട് അയാൾ വർഗീയവാദി ആകുമോ? അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രസ്താവനകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആശങ്കയുള്ളത്. മലപ്പുറത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് വിഷമമുള്ളത്. അദ്ദേഹം പറയുന്ന വർഗീയതയെ പറ്റി ഒരു ലെവലേശം പ്രശ്നം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ആ ഒരു മുസ്ലിം നാമധാരി അയാൾക്ക് മുന്നിൽ ഒരു മൈക്ക് നീട്ടി ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ അയാളെ ഒരു വർഗീയവാദിയാക്കുകയാണ്, ഒരു റിപ്പോർട്ടറിനെ. ഇന്നും ഹിന്ദുത്വ അജണ്ടകൾ കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ തീവ്ര ഹിന്ദുത്വ ഇവർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇവരുടെ മതത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ ജാതി സംഘടനകൾ, ആ സാധാരണപ്പെട്ട മനുഷ്യർ ഇവരോടൊപ്പം നിൽക്കണം. ഇവരിൽ മതസ്പർദ്ധ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇവരോടൊപ്പം നിൽക്കുകയുള്ളൂ. അല്ലാതെ സകല ജാതിയിലുള്ള ആളുകളും സകല മതത്തിലുള്ള ആളുകളും ഒന്നാണ്, എല്ലാവരെയും സ്നേഹത്തോടെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഇവരോടൊപ്പം നിൽക്കും? ഇത്തരത്തിലുള്ള വർഗീയത ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ തങ്ങളോടൊപ്പം നിൽക്കൂ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭയമാണ്. പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന ഭയം. തന്നിൽ നിന്നും അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും തന്നിൽ നിന്നും ഈ മതനേതാക്കന്മാർ പറയുന്നത് മാത്രം കേട്ടിരുന്ന ആളുകളുണ്ടല്ലോ, അവർ പിന്നീട് അവർ പറയുന്ന കേൾക്കാതെയായി. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മത നേതാക്കന്മാർ. അത് ഒരാളല്ല, എല്ലാ സംഘടനയിലും പെട്ട ആളുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പൊ പിണറായി വെള്ളാപ്പള്ളിയുടെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചാണ്, അതിൽ കണ്ണുവെച്ചുകൊണ്ടാണ്. പൂർണ്ണമായും തള്ളിക്കളയാനും അദ്ദേഹത്തിന് പറ്റുന്നില്ല, പിടിച്ചു വെക്കാനും പറ്റുന്നില്ല, അതിന്റെ നേട്ടങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ പിണറായി വിജയൻ നിൽക്കുകയാണ്. അതിന്റെ കൂടെയാണ് പുട്ടിന് വീര എന്ന് പറയുന്നത് പോലെ BJPയുടെ കൈ പിടിച്ച് നിൽക്കുന്ന PC ജോർജും ഇത്തരം പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നത്. അല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്ര സ്നേഹമൊന്നുമില്ല. ഒരു പരിപാടിയിൽ അദ്ദേഹം ഇങ്ങനെ ദേഷ്യത്തോടെ, നീ കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ, ഇത്രയും നാണക്കേട് നീ കാരണം എനിക്കുണ്ടായ കാറിന്റെ ഡോർ തുറന്നതാണ്. അതെ, അന്നൊന്ന് തോളെ കൈയിട്ടതിനാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു അത്തരത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ പിന്നീടാണ് വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ഹാലിളകുന്ന രീതിയിലേക്ക് മാറുന്നത്. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ നീ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലിളകാൻ മാത്രമേ ഉള്ളൂ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ആ രീതിയിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പിണറായി കൈവിട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് ചേക്കേറാനുള്ള കൂടെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് വീട്ടിൽ വന്ന് സന്ദർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പിണറായി വിജയൻ ഈ കൂട്ട് പിരിയുകയാണെങ്കിൽ അപ്പുറത്തെ കൂട്ടിൽ കയറി പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ചൂണ്ട മാത്രമേ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. കൃത്യമായി കത്താൻ ഒരു കൊള്ളി ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് അദ്ദേഹം ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. PC ജോർജിന്റെ കാലങ്ങൾ മുമ്പുള്ള പല കാര്യങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സരിതാ വിഷയത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഒരുപാട് തള്ളലുകൾ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ചൂണ്ട ഇട്ട് കൊടുക്കുകയാണ്. കൊത്തുന്നെങ്കിൽ കൊത്തട്ടെ, അതിന്റെ കൂടെ എന്റെ പേര് കൂടെ കയറി പോകുന്നെങ്കിൽ കയറി പോകട്ടെ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് PC ജോർജ് ഇതിൽ കൊണ്ടുപോകുന്നത്. അതെ, ഇപ്പോൾ വെള്ളാപ്പള്ളി ചെയ്യുന്നതാണെങ്കിലും PC ജോർജ് വരുന്ന BJP എന്ന പാർട്ടി ചെയ്യുന്നതാണെങ്കിലും ഒരേ കാര്യം തന്നെയാണ്. ഒരു വിവാദം ഉണ്ടാക്കുന്നു, അതുപയോഗിച്ച് വർഗീയപരമായി ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഖണ്ഡകാവ്യം എഴുതാം. പക്ഷെ അല്ല, ഇത് കൃത്യമായി
വോട്ട് സ്പ്ലിറ്റ് ആവുന്ന മേഖലകളുണ്ട്, അത്തരം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുണ്ട്, പാവപ്പെട്ട മനുഷ്യരോ അല്ലെങ്കിൽ ഇതുപോലെ വർഗീയമായി ചിന്തിക്കുന്നവരോ അത് കേൾക്കുന്നവരോ. ഇത് കേൾക്കാനും ആൾക്കാരുണ്ട്. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ട്, ഈ പറയുന്ന PC ജോർജിനെ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം വോട്ടിനെ വലിയ രീതിയിൽ മറിച്ചടിക്കാനുള്ള സാധ്യതകളാണ്. ഇത് വോട്ട് മാത്രമല്ല, സപ്പോർട്ട് കൂടിയാണ്. വെള്ളാപ്പള്ളി നടേശനൊക്കെ ആണെങ്കിൽ പോലും വോട്ടിനപ്പുറത്തേക്ക് ആളുകൾ കൂടെ നിന്നില്ലെങ്കിലുള്ള ഭയമാണ്. അയ്യോ, അവര് നമ്മളെ വിട്ടു പോകുന്നു, ഇനി അവർക്ക് വേണ്ടി നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് രണ്ട് കൂട്ടുകാരും കൂടെ നിന്നെങ്കിലേ പ്രയോജനമുള്ളൂ. കാരണം കേന്ദ്ര ഏജൻസികളും അന്വേഷണത്തിലാണ്, കേരള ഏജൻസികളും അന്വേഷണത്തിലാണ്. ഒന്ന് പിണറായിയെ വിട്ട് മോദിയെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോദിയെ വിട്ട് പിണറായിയെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അവിടെ കൊണ്ട് തീരും. കാരണം അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇനി വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് അഴിമതി കഥകൾ ഇതിന്റെ എല്ലാം പുറകിലുണ്ട്. അതെ, രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ അല്ലെങ്കിൽ CPM, ഇടതുപക്ഷ സൈബർ ഹാൻഡുകൾ, ഇവരെല്ലാരും ചേർന്ന് എവിടെ തൊട്ടാലും പ്രശ്നം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി പോവുകയാണ്. എനിക്കൊന്നും ശബരിമല സ്വർണ്ണക്കുള്ള വിഷയമായിരുന്നു ആദ്യത്തെ ട്രിഗറിംഗ് ഫാക്ടർ. ഇത് തുടങ്ങുന്നു, അത് കഴിഞ്ഞ് പോറ്റിയെ കയറ്റിയ മാനം എന്ന് പറയുന്നു, അതിനെതിരെ പരാതിയായിട്ട് വരുന്നു, അത് അട്ടർ ഫ്ലോപ്പ് ആവുന്നു. അതിനുശേഷം പല കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കൂട്ടുപിടിച്ചു, അത് പ്രശ്നമാകുന്നു. അങ്ങനെ എന്ത് തൊട്ടാലും പ്രശ്നമാകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. കഴിഞ്ഞ ദിവസം VD സതീഷിനെതിരെ CBI അന്വേഷണം വേണമെന്നുള്ളൊരു സാധനം വന്നു. 9.5 വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ പൊങ്ങി വരുന്നു. ഒരു കാര്യവുമില്ലാതെ ഒരു അടിപൊളി ഹൈപ്പ് VD സതീശന് അതിൽ നിന്ന് കിട്ടുകയാണ്. എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്നുള്ള കാര്യം. അത് ഇടതുപക്ഷത്തിന്റെ ചെലവിൽ കൃത്യമായി എല്ലാവരിലേക്കും എത്തി. VD സതീശന് അതിൽ പങ്കില്ല. അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു അജണ്ട ഉണ്ട്. മാധ്യമങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസ് ആണ് ഏറ്റവും സോഷ്യൽ മീഡിയ തെരഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് ചെറിയൊരു ക്ലിപ്പ് വെട്ടിയിട്ടാണ് ആളുകൾ ഒറ്റ മണിക്കൂറേ നിന്നുള്ളൂ എല്ലാ വാർത്തകളും. ഒറ്റ മണിക്കൂർ കൊണ്ട് മുഴുവൻ സ്പ്രെഡാക്കി VD സതീശൻ കള്ളൻ. ആ രീതിയിലായിരുന്നു. 1 മണിക്കൂറിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ VD സതീശനെ പോലെ നന്മയുള്ളൊരു പുത്രൻ വേറെ ഇല്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? മറ്റേ പോലീസുകാരുടെ റിപ്പോർട്ട് വരുന്നു. അതിനപ്പുറത്തേക്ക് വീണ്ടും പിണറായി വിജയൻ കേസ് കൊടുക്കാൻ പോകുന്നു. അതായത് നിയമോപദേശം തള്ളിക്കൊണ്ട് ഇത് നിലനിൽക്കത്തില്ല, ഈ കേസ് നിലനിൽക്കത്തില്ല എന്നുള്ള വാദം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയൻ അടുത്ത കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അടുത്ത കോടതിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ ഒരു വാർത്ത മതി. ഇനിയിപ്പോ ഇലക്ഷന് VD സതീശൻ മത്സരിക്കാൻ പോകുമ്പോഴും ഈ 1 മിനിറ്റ് വാർത്തയുണ്ടല്ലോ. റിപ്പോർട്ടർ ചാനലിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട്. നമ്മളെ പോലുള്ള ഒരുപാട് ഓൺലൈൻ ചാനലുകൾ അവിടെ വന്നിരുന്ന് ആധികാരികമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് പറയുന്ന ആളുകളുണ്ട്. ഇതിലെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വെട്ടിയിട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. തമാശയ്ക്ക് പറയുന്ന സർക്കാസം പറയുന്ന കാര്യമായിരിക്കാം. അതായത് VD സതീശൻ കോടികളുടെ അഴിമതിയാണ് പുനർജനിയിൽ നടത്തിയതെന്ന് ഞാൻ ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റും. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നേരെ ഇടുകയാണ്, എല്ലാ സൈബർ ഗ്രൂപ്പുകളിലേക്ക് ഇടുകയാണ്. പിന്നീട് ഇനി ഇലക്ഷൻ വരുമ്പോഴും ഇതായിരിക്കും കാണാൻ പോകുന്നത്. പുനർജനിയിൽ തട്ടിപ്പ് നടത്തിയ കള്ളൻ മത്സരിക്കാൻ വരുന്നു. ഇത് തന്നെയായിരിക്കും എല്ലാ വാട്സപ്പിനകത്ത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, VD സതീശൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനടിയിൽ കാണാൻ പോകുന്ന കമന്റുകളിൽ ഭൂരിപക്ഷവും CPM-ന്റെ കമന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനർജനി കള്ളൻ, ഇതായിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ അത്തരത്തിലാണ് ഇവരുടെ PR സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതൊരു ഈ വിഷയത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ ഇത് കാണും, എന്തെങ്കിലുമൊക്കെ കാണും. ചുമ്മാതെ നമ്മുടെ സഖാക്കന്മാർ ഇതൊന്നും പറയില്ലല്ലോ. ഇടതുപക്ഷം ചെയ്യേണ്ടിയിരുന്നത് നല്ലൊരു കമ്പോസറെ വിളിച്ച്, അല്ലെങ്കിൽ നല്ലൊരു പാരഡി ഗാനം എഴുതുന്ന ആളെ വിളിച്ച് പോറ്റിയെ കയറ്റിയ പാട്ട് പോലെ ഒരു പാട്ട് ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ സമയത്ത് അവർക്ക് ഇടായിരുന്നു. അതെ, ഇപ്പൊ തോറ്റാലും ജയിച്ചാലും ഇടായിരുന്നു. പോറ്റിയെ കയറ്റിക്കെതിരെ വരുന്ന കേസുകളാണെങ്കിൽ പോലും ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, വെള്ളാപ്പള്ളിയെ പോലെ ഇത്തരത്തിൽ മതസ്പർദ്ധ അഴിച്ചുവിടുന്ന മറ്റൊരു നേതാവും അടുത്ത കാലത്തെങ്ങും ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കൂടെ നിൽക്കുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു അഴിമതി കഥയാകാം.